ഭാരതത്തിന്റെ തിരിച്ചടിക്ക് പിന്നാലെ കൂടുതൽ ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കുന്നു. ചർച്ച നടത്താനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ബന്ധപ്പെട്ടതായും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രത്യാക്രമണം ഭയന്ന് ലാഹോറിൽ കൂടുതൽ സേനയെ പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ അവിടെ 3 തവണ സ്ഫോടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗൗതം, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രത്യാക്രമണം ഭയന്ന് പാകിസ്ഥാൻ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഭാരതം രീതിയിലും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ലാഹോറിൽ കൂടുതൽ സേനയെ വിന്യസിച്ചെങ്കിൽ പോലും പാകിസ്ഥാൻ അവിടെ തോൽവി സമ്മതിച്ചേ മതിയാവൂ. കാരണം ഇത്രത്തോളം സേന ഉണ്ടായിട്ട് പോലും ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും അഭിമുഖീകരിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇനി ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു തലത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ്. ദേവിക, ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയാണ് ഇത്തരത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ബന്ധപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം നടത്തുന്നത്. പക്ഷേ ഭാരതം ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഉച്ചതിരിഞ്ഞോ മറ്റോ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടെങ്കിൽ അതിലൊരുപക്ഷെ ഇക്കാര്യങ്ങൾ പ്രതിപാദിച്ചേക്കാം. ഒപ്പം ലാഹോറിൽ സേനാവിന്യാസം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ലാഹോറിൽ കഴിഞ്ഞ ദിവസം ലാഹോർ പഞ്ചാബ് പ്രവിശ്യയിൽ വരുന്ന അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. മാത്രമല്ല ഭാരതത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരമാണ്. വാഗ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് 24 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിലേക്ക് എത്താൻ സാധിക്കും. അതിനാൽ ഭാരത സൈന്യം ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ എത്താൻ സാധ്യതയുള്ള ഒരു നഗരം എന്ന ഭയത്താലാണ് ഇപ്പോൾ ലാഹോറിൽ വലിയ തോതിലുള്ള സേനാവിന്യാസം പാകിസ്ഥാൻ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഭാരതം നടത്തിയ മിന്നലാക്രമണത്തിൽ ഏറ്റവും ശക്തമായ പ്രത്യാക്രമണം നടക്കുന്ന ഘട്ടത്തിൽ അതിൽ 4 എണ്ണം പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. അതാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറിയത്. 5 അറ്റാക്കുകൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടത്തി. അത് കൂടാതെ പാകിസ്ഥാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലേക്ക്, പഞ്ചാബ് സംസ്ഥാനത്തെ സ്ഥലങ്ങളിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്. കൂടാതെ ഹിസ്ബുൾ മുജാഹിദിൻ്റെ സിയാൽകോട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര പരിശീലന കേന്ദ്രത്തിൽ ഉൾപ്പെടെയാണ് ഈ 4 സ്ഥലങ്ങളിൽ പഞ്ചാബിൽ മാത്രം ഭാരതം ആക്രമണം നടത്തിയത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായെന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആത്മവിശ്വാസം പലതും ചോർത്തിക്കളയുന്ന രീതിയിലുള്ളൊരു അടിയാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഈ പഞ്ചാബ് പ്രവിശ്യയിൽ ഉണ്ടായത്. അതിനാലാണ് ഈ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാന നഗരി ആയിട്ടുള്ള ലാഹോറിൽ ഇപ്പോൾ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു നീക്കം പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്.